ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കടയിൽ ഉണ്ടാക്കി വിൽക്കുന്ന ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അത് ഒരു 20 പേർക്കുള്ള ബിരിയാണി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കണത്. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കേ പോകുള്ളൂ. ചില സമയത്ത് 20 പോകില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഊണുള്ളത് കാരണം ബിരിയാണി പോക്കൊക്കെ കുറവാണ്. ഞാനിപ്പോൾ ബിരിയാണിയുടെ റെസിപ്പി നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് നേരത്തെ മസാലയൊക്കെ തേച്ച് പോയി. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കറക്റ്റ് അളവൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മളിപ്പോൾ 20 പേർക്കുള്ള ബിരിയാണിക്ക് 40 പീസ് വേണം. ഒരാൾക്ക് 2 കഷ്ണങ്ങൾ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 3 ചിക്കനാണ് ഓർഡർ ചെയ്തത്. ഒരു ചിക്കൻ 16 പീസ് ഉണ്ടാവും. അങ്ങനെ 3 ചിക്കൻ ആകുമ്പോൾ 48 പീസ് ഉണ്ടാവും. അപ്പം നമ്മൾക്ക് ഇപ്പോൾ 40 പീസല്ലേ ആവശ്യമുള്ളൂ. ബാക്കിയുള്ള ചിക്കൻ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? വല്ല ചിക്കൻ റോസ്റ്റൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കും. അപ്പം ഞാനിതിൽ ചേർത്തിരിക്കുന്നത് 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ ബിരിയാണിക്ക് ആരും കറിവേപ്പില ഇടാറില്ല. അപ്പോൾ ഞാൻ ഇടോട്ടെ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അടിയിലൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ മസാല ചിക്കനിൽ തേച്ച് വെക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണ്ട. പിന്നെ അതേപോലെ കുറേ മസാല എന്നിട്ട് കുഴച്ച് വെക്കേണ്ട ആവശ്യമില്ല. കുറഞ്ഞ രീതിയിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഉപ്പ് ഇട്ടിട്ട് കുഴച്ച് വെച്ചാൽ മതിയാവും. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ചിക്കന് പെട്ടെന്ന് നമ്മുടെ ഉരുളിയിൽ നിന്ന് കിട്ടുകയും ചെയ്യും. കരിഞ്ഞൊന്നും പോകില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് ചിക്കൻ വറുത്ത് കോരി എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ചിക്കൻ ഈ ഒരു രീതിയിലാണ് വറുത്ത് കോരി എടുത്തേക്കണത്. പിന്നെ അതേപോലെ തന്നെ എണ്ണ നന്നായിട്ട് കാഞ്ഞിട്ട് വേണം ചിക്കനൊക്കെ പിറക്കിയിടാനും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ചിക്കൻ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു എണ്ണ കാണിച്ചു തരാൻ. കണ്ടോ, ഒട്ടും ഉരുളിയിലൊന്നും പിടിക്കാതെ തന്നെയാണ് ഞാൻ ഈ ഒരു ചിക്കൻ വറുത്തെടുത്തേക്കണത്. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇതേപോലെ ചിക്കൻ ഇട്ട് കൊടുത്ത് വറുത്ത് കോരി എടുക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ നന്നായിട്ട് ചിക്കൻ ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ എല്ലാവരും ഞാൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിരിക്കണുണ്ട്. ഒട്ടും തന്നെ നമ്മുടെ ഉരുളിയിൽ പിടിച്ചിട്ടിട്ടില്ല. ഇനി ഞാനിതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 കിലോ സവാള അരിഞ്ഞതിൽ നിന്ന് കുറച്ച് ഞാൻ ചോറിന് ഫ്രൈ ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലേശം ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഞാനിതൊന്ന് ഇളക്കി കൂട്ടി എടുക്കുന്നത്. അപ്പോൾ സവാള അരിയുമ്പോൾ ഒരേപോലെ തന്നെ അരിഞ്ഞെടുക്കണം, നല്ല സ്ലൈസായിട്ട്. എന്നാൽ മാത്രമേ നന്നായിട്ട് വഴണ്ടി കിട്ടുള്ളൂ. ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നെ വേറെ ഒന്നുമല്ല, കറക്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കിയും കൂടി കൊടുക്കണം കേട്ടോ, അത് മറക്കരുത്. ഇനി മിക്സിയുടെ ജാറിലേക്ക് 1/4 കിലോ പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ ഇനി മുളക് പൊടി ചേർക്കുന്നില്ല. ഈ ഒരു പച്ചമുളകിൻ്റെ എരിവിലാണ് ബിരിയാണി തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ചേർത്ത് കൊടുക്കണം. ഇല്ലാത്ത ആൾക്കാർ 2 തുടം വെളുത്തുള്ളിയും അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു പിടി മല്ലിയിലയും 1 പിടി ഓളം വേണ്ട പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കാഷ്നട്ട്, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 തവിയോളം കട്ട തൈര്, പുളിയില്ലാത്തതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ലേശം തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ വഴണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 പഴുത്ത തക്കാളി വലുതാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിയില്ലേ ഇപ്പം അരച്ചത്, അതും കൂടി ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ അരച്ച് ചേർക്കണമെങ്കിൽ നമ്മളുടെ മസാലയ്ക്ക് നല്ല തിക്ക് ഗ്രേവിയും ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു കറുത്ത കളറ് ചിക്കൻ മസാല നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാകാറുണ്ട്. ആ ഒരു മസാല ആയിരിക്കും നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റണത്. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം കുരുമുളക് പൊടിയും 2 സ്പൂണ് ചിക്കൻ മസാല, ഞങ്ങൾ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ചിക്കൻ മസാല ആണ് ഉപയോഗിക്കുന്നത്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് എണ്ണ തെളിയണാൽ വഴറ്റണം. അപ്പം ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്ത് പാചകം ചെയ്താലും ഇടയ്ക്കൊന്ന് ലോ ഫ്ലെയിമിലിടുക. അതിന് ശേഷം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കണം. ഞാനിതിൽ ചിക്കൻ വറുത്ത് കോരി ഇട്ടേക്കണത് രീതി കണ്ടോ, നന്നായിട്ടൊന്നും ഫ്രൈ ആയിട്ടില്ല, ഒരു ഷാലോ ഫ്രൈ, അതേപോലത്തെ രീതിയിലാണ് ചിക്കൻ വറുത്തെടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ആ മിക്സി കഴുകി ലേശം വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇളക്കി കൂട്ടിയിട്ട് നന്നായിട്ട് തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ
നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഗ്രേവിയിലൊക്കെ മുങ്ങി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഫ്രഷ് ഗരം മസാലയാണ് പൊടിച്ച് ചേർത്തേക്കുന്നത്, ലേശം പഞ്ചസാര ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് ഞാൻ എടുത്തപ്പോൾ കണ്ട നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി നോക്കി അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കടയിൽ കഴിക്കാൻ വരുന്ന ആരെങ്കിലും എൻ്റെ ഈ ഒരു വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിട്ടാണ് തോന്നുന്നതെങ്കിൽ ഈ ഒരു വീഡിയോക്ക് കമൻ്റ് ഇടാൻ മറക്കാതിട്ട് കൂട്ടുകാരെ. അപ്പം ഇനി നമുക്ക് ചോറുണ്ടാക്കാൻ തുടങ്ങിയാലോ. ഞാനിപ്പോൾ സിൽവർ ബർക്കത്ത് എന്ന് പറഞ്ഞ അരിയാണ്, ചെറിയ സൈസ് അരിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ 3 കിലോനാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഏകദേശം ചില സമയത്ത് 21, 22 പേർക്കൊക്കെ കഴിക്കാനുണ്ടാവും. ഇങ്ങനെ പറയണെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, രണ്ടാമതൊക്കെ റൈസ് ചോദിച്ചാൽ ഞങ്ങൾ കൊടുക്കാറുണ്ട്. കാരണം ഈ പിള്ളേരൊക്കെ ഹോസ്റ്റലിൽ ഇരിക്കുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ അവർ വന്ന് ചോദിക്കുമ്പോൾ, അതായത് ഷെയർ ഇട്ട് കഴിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ രണ്ടാമത് കുറച്ചും കൂടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ പാത്രത്തിലേക്ക് 100 ഗ്രാം ഡാൽഡ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് സ്പൈസസ് ആയിട്ട് പെരിഞ്ജീരകം, ഏലക്കായ 2 എണ്ണം, പട്ട 2 കഷ്ണം, പിന്നെ ബേ ലീഫും ചേർത്ത് കൊടുത്തതിന് ശേഷം 3/4 പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളം എന്ന കണക്കിലാണ് ഞങ്ങൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് തിള വന്നതിന് ശേഷമാണ് ഇതിലേക്ക് അരി കഴുകിയിട്ട് ഒട്ടും വെള്ളമില്ലാതെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് സവാള ഫ്രൈ ആക്കി എടുക്കേണ്ട. അതിനായിട്ട് ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുത്ത് വറുത്തെടുക്കണത്, ഡാൽഡ അല്ലാട്ടോ, മറ്റേ നെയ്യ്. ഇനി സവാള നെയ്യ് ഒരു പരുവാകുമ്പോൾ ഞാൻ ഇതിലേക്ക് കാഷ്നട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില ആൾക്കാരുണ്ട് സവാള വറുത്ത് ഒരു മാറ്റിയതിന് ശേഷം കാഷ്നട്ടും കിസ്മിസും വറുത്തെടുക്കും. പക്ഷേ ഞാൻ അങ്ങനെ ഇരട്ടിപ്പണി ചെയ്യണില്ല, ഞാൻ ഒറ്റ ഇതിൽ തന്നെ അങ്ങോട്ട് വറുത്തെടുക്കണേന്. അപ്പോൾ സവാള ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ കാഷ്നട്ടും പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ആരും ബിരിയാണിയിൽ കറിവേപ്പിലയെന്ന് ഇങ്ങനെ ചേർത്ത് കൊടുക്കാറില്ല, പക്ഷേ എൻ്റെ ബിരിയാണിക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കണം. നല്ല ഭംഗിയായിരിക്കും ബിരിയാണിയുടെ മുകളിൽ ഇത് തൂകുമ്പോൾ. ഇനി ഞാൻ പാത്രത്തിൽ 1 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസും പിന്നെ മഞ്ഞൾപ്പൊടി. നമ്മളിവിടെ കളറൊന്നും ചേർക്കാറില്ല, മഞ്ഞൾപ്പൊടിയാണ് ചേർക്കണ കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി നെയ്യ് കോരിട്ട് കൊടുക്കണം. നെയ്യുടെ അളവ് ഞാൻ പറയണമെങ്കിൽ കാര്യം പറഞ്ഞാൽ നെയ്യ് തീർന്നു. അപ്പോൾ ലാസ്റ്റ് ആയത് കൊണ്ടിട്ട് തോണ്ടിയാണ് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എസൻസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വന്നപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ഒരു കാഷ്നട്ടിൻ്റെയൊക്കെ മിക്സും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൽ നെയ്യ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഏകദേശം നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നെയ്യ് ചേർക്കാം. നെയ്യ് കൂടുതലൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതേ ഈ ഒരു പാത്രത്തിൽ ആദ്യം തന്നെ റൈസ് ഇട്ട് കൊടുക്കും. അതിനുശേഷം 2 പീസും കുറച്ച് ഗ്രേവിയും കൂടി ഇട്ട് കൊടുക്കും. ഇനി അതിൻ്റെ മുകളിലേക്ക് പിന്നെയും റൈസ് ചേർത്ത് കൊടുക്കും. അപ്പോൾ റൈസ് ചേർക്കുമ്പോൾ ഞാൻ ഇത്ര ഇടുന്ന പോലെ അല്ലാണ്ട് നല്ലോണം ഇട്ടിട്ട് തേമ്പി ഇങ്ങനെ കൊടുക്കും. അപ്പം നമ്മൾ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ തേമ്പി നല്ലോണം സെറ്റ് ചെയ്തെടുക്കണം നമ്മുടെ പാചകം ചെയ്യുന്ന ചേട്ടനാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്നത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ പണിയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബിരിയാണി നിങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ കെട്ടിയാമാർ പറയടി അന്ന് നീ ഒരു ദിവസം ഉണ്ടാക്കിയ ബിരിയാണിയില്ലേ, ഇനി അതേപോലെ ഉണ്ടാക്കിയാൽ മതി രണ്ടാമതെന്ന് പറയൂട്ടാ. അത് ഉറപ്പുള്ള കാര്യമാണ്. അത്രയ്ക്കും ടേസ്റ്റാടോ ഈ ഒരു ബിരിയാണി, സൂപ്പറാ. വിശ്വാസമായില്ലേ? എന്നാൽ പിന്നെ പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് തന്നെ കാര്യം. എന്നിട്ടേ ഞാൻ ആ ചിക്കൻ കുറച്ച് കിള്ളിപ്പറിച്ചെടുത്തിട്ടേ നിങ്ങളൊന്ന് കാണിച്ചു തരാം. എന്നാലെങ്കിലും ഉണ്ടാക്കി നോക്കാമല്ലോ. ആ പിച്ചി അങ്ങോട്ട് എടുക്കുമ്പോഴേ നല്ല സോഫ്റ്റ് ചിക്കനും ആ ഒരു നെയ്യിൽ പൊതിഞ്ഞ ചോറും ഗ്രേവി എല്ലാം കൂടി ആകുമ്പോൾ പോളി ടേസ്റ്റി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു.